ഒരു വാർത്തയിലേക്ക് കൂടി. ബംഗളൂരു നഗരത്തിൽ പുള്ളിപ്പുലികളെ കണ്ടെത്തി. ജാഗ്രത പാലിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ താമസക്കാരോട് ആവശ്യപ്പെട്ടു. പുലിയെ കണ്ടാൽ വൈൽഡ് ലൈഫ് ഹെൽപ്പ് ലൈനിൽ വിളിക്കാനും കർണാടക സർക്കാരിൻ്റെ നിർദ്ദേശം. ഇപ്പോൾ അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കമാണ് നാം കാണുന്ന. വിവരങ്ങളുമായി മനു മാടപ്പാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മനു, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഇത്രയേറെ ജനസാന്ദ്രതയുള്ള ബംഗളൂരുവിൽ എങ്ങനെ പുലി? എന്തൊക്കെയാണ് സാധ്യതകൾ പറയുന്നത്? അജിംഷാദ്, ഈ പുലി ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ അജിംഷാദ് പറഞ്ഞ പോലെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ്. 1 കോടിയിലധികം മനുഷ്യർ താമസിക്കുന്ന നഗരമാണ് ബംഗളൂരു എന്ന് പറയുന്നത്. ആ നഗരത്തിലെ യലഹങ്ക മേഖലയിലാണ് ഇപ്പോൾ പുലി ഇറങ്ങിയിരിക്കുന്നത്. ഒരു പുലിയല്ല, 2 പുലികളെയാണ് ഇപ്പോൾ ആ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മിന്നപ്പുറകെ 2 പുലികൾ വന്ന് കയറുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വനംവകുപ്പ് വലിയ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പ്രദേശവാസികൾക്ക് നൽകിയിരിക്കുകയാണ്. യലഹങ്ക എന്ന് പറയുന്നത് ബംഗളൂരു നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നുകൂടിയാണ്. എയർഫീൽഡൊക്കെയുള്ള പ്രദേശം കൂടിയാണ്. VIP-കളൊക്കെ താമസിക്കുന്ന ഇടം കൂടിയാണ്. ഇവിടെ പ്രധാനമായും വനംവകുപ്പ് ഈ വിഷയത്തിൽ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് വലിയ തോതിൽ വേസ്റ്റുകൾ പൊതു ഇടങ്ങളിൽ കൂട്ടിയിടുന്നുണ്ട്. അത് കഴിക്കാനായി ഈ തെരുവ് നായ്ക്കൾ വരുന്നു. ഈ തെരുവ് നായ്ക്കളെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ പുലി വന്നത് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ പറയുന്നത്. പക്ഷേ എങ്ങനെ നഗരത്തിലേക്ക് പുലി പ്രവേശിച്ചു എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത നൽകാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. വലിയ ആശങ്കയിലാണ് നഗരവാസികൾ. കാരണം ഇതുപോലൊരു പ്രധാനപ്പെട്ട നഗരത്തിൽ ഇത്രയധികം ജനസാന്ദ്രതയുള്ള ഇടത്ത് എങ്ങനെ പുലി വന്നു എന്നതിൻ്റെ ആശങ്ക നഗരത്തിൽ ഓരോരുത്തർക്കുമുണ്ട്. അതുമാത്രമല്ല, ഈ സമീപ ദിവസങ്ങളാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മൈസൂരിലെ ഇൻഫോസിസിന്റെ ക്യാമ്പസിൽ പുലി കയറിയിട്ട് ഇതുവരെ അതിനെ കണ്ടുപിടിക്കാൻ കഴിയാൻ നിൽക്കുന്നത്. ഏകദേശം 4000-ഓളം ജീവനക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമ്പസിൽ പുലി കയറിയിട്ട് കണ്ടുപിടിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോ ദിവസവും വന്യജീവി ആക്രമണത്തിന്റെ വലിയ ആശങ്ക നിൽക്കുകയാണ്. മലയോര മേഖലയല്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ബംഗളൂരു നഗരമാണ്, അതായത് കർണാടകത്തിന്റെ തലസ്ഥാനം, ഭരണസിരാ കേന്ദ്രം ഇരിക്കുന്ന നഗരം. ആ നഗരത്തിലാണ് ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇപ്പോൾ പുലികൾ വന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മൈസൂരിൽ പുലി വന്നിട്ട് അതിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് മൈസൂരിൽ പിന്നെ തൊട്ടടുത്ത് കാടുണ്ടായിരുന്നു എന്നെങ്കിലും പറയാം. പക്ഷേ ശരി മനു, തീർച്ചയായും